സങ്കീർത്തനം 88. എൻ്റെ രക്ഷകനുമായ യഹോവയെ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ വിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. കുഴിയിലുറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഞാൻ തുണയില്ലാതെ മനുഷ്യനെ പോലെയാകുന്നു. ശവകുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ പരിചയക്കാരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നില്ല. അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. നീ എന്നെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. നിന്റെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലിച്ചിരിക്കുന്നു. എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി. എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. യഹോവ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുകയും ചെയ്യുന്നു. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ, മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമ്പോൾ, ശവകുഴിയിൽ നിന്റെ ദാസതയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മയതയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ? എന്നാൽ യഹോവ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. യഹോവ, നീ എൻ്റെ പ്രാണനെ തള്ളിക്കളയുന്നതിൻ്റെ നിന്റെ മുഖത്തെ എനിക്ക് മറച്ചു വയ്ക്കുന്നതും എന്തിന്? ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും പാറായവനുമാകുന്നു. ഞാൻ നിന്റെ ഘോരത്വങ്ങളെ സഹിച്ച് വലഞ്ഞിരിക്കുന്നു. നിന്റെ ഉഗ്രകോപം എൻ്റെ മീതെ കവിഞ്ഞിരിക്കുന്നു. നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു. അവ ഇടപെടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു. അവ ഒരുപോലെ എന്നെ വളയുന്നു. സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോടകറ്റിയിരിക്കുന്നു. എൻ്റെ പരിചയക്കാർ അന്ധകാരമത്രേ. ആമേൻ.